നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരിലാണ്. മുണ്ടൂരിലെ ഷനിലേട്ടൻ ഏതാണ്ട് 10 വർഷക്കാലമായിട്ട് തുടക്കത്തിൽ 1-2 പശുവിൽ നിന്ന് തുടങ്ങി അത് 10-15 പശുവിലേക്ക് എത്തി. ഇപ്പോൾ ഏതാണ്ട് 6-7 പശുക്കളാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഷനിലേട്ടൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യമായി പറഞ്ഞത്, ഒരു കാലത്തും പശു വളർത്തൽ നഷ്ടമല്ല, നഷ്ടമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പശു വളർത്തലിലെ നൂതന രീതികൾ അവലംബിച്ചുകൊണ്ട് ഇപ്പൊ ചാണകം ഡ്രൈ ചെയ്ത് പൊടിയാക്കി അത് വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഷനിലേട്ടൻ ഓരോ ദിവസവും പശു വളർത്തൽ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്, പശു വളർത്തൽ നഷ്ടമല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും എന്ന് ഷനിലേട്ടൻ പറയാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഷനിലേട്ടന്റെ നൂതനമായിട്ടുള്ള പശു വളർത്തൽ രീതിയും പരമ്പരാഗതവും നൂതനവുമായി കൈകോർത്തുകൊണ്ട് എങ്ങനെയാണ് പശു വളർത്തൽ നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുക, മറ്റ് പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറയാതെ തന്നെ തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രം കൊണ്ട് ഒരു പണിക്കാരനെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഈ രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷനിലേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പശു കർഷകരെ ആകമാനം പറയുന്നത് പശു വളർത്തൽ നഷ്ടമാണെന്നാണ്. നിരവധി ഫാമുകളിൽ ഞാൻ പോയിട്ടുണ്ട്, കർഷകരെ കണ്ടിട്ടുണ്ട്. പരമ്പരാഗത കർഷകർ അങ്ങനെ ജീവിച്ചു പോവാം എന്ന് പറയും. പക്ഷേ ഫാമുകാർ മുഴുവൻ പറയുന്നത്, 10 പശുവിന് കൂടുതലുള്ള ഫാമുകാർ മുഴുവൻ പറയുന്നത് നഷ്ടമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എന്താ വെച്ചാല്, നമ്മളൊരു സൈക്കിളിന്റെ ചങ്ങല പോലെ ആയിരിക്കണം പശുക്കളുടെ എല്ലാം. പശു ഇപ്പൊ എങ്ങനെ പോയാലും ഇപ്പൊ വന്നിട്ട് പെറ്റു 6 മാസമായി ആള്. ഈ 6 മാസത്തില് ആള് 2.5 മാസം ചെനയാണ്. അതാക്കാനായിട്ട് നമ്മൾ ആദ്യം എന്തായാലും നോക്കണം. ഇതിൽ കിട്ടുന്ന പാല് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാല് നമുക്ക് ലാഭമല്ല. പാല് മാത്രം കൊടുത്ത് ലാഭമല്ല. പാല് പിന്നെ നമ്മൾ വീട്ടുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഏകദേശം അത്യാവശ്യം വീട്ടുകളിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ വീട്ടുകളിലല്ല, വീട്ടുകളിൽ കൊടുക്കുമ്പോ നമുക്ക് ഒരുമിച്ച് ഈ പൈസ കിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് 66 രൂപ വരെ കിട്ടുന്ന ടൈം വരെ ഞാൻ വീട്ടുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കാലത്തെ പാല് മൊത്തം ഉച്ചയ്ക്ക് കൊടുക്കില്ല, ഉച്ചയ്ക്ക് ഞാൻ സൊസൈറ്റി കൊടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് വലിയ നഷ്ടമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളൊരു പണിക്കാരെ വെച്ചിട്ട് നമ്മൾ പണിയെടുക്കാതെ നോക്കണ ഏത് ഫാമുകാർക്കും ലാഭം ഉണ്ടാവില്ല. പണിക്കാരെ മാത്രം ആശ്രയിച്ചിരുന്ന നാളെ പണിക്കാരൻ പോയി കഴിഞ്ഞാൽ പോകുന്ന മുതലാളിമാർക്ക് ഒരിക്കലും ഫാം വിജയകരമല്ല. ചാണകം എന്ന് പറയണത് നമ്മൾ ഒരു ഉരുള ചാണകം പോലും വേസ്റ്റ് ആക്കി കളയരുത്. അത് ഫുള്ള് നമ്മള് വിൽക്കാൻ തന്നെ നോക്കണം. ഇപ്പൊ നമ്മള് ചാണകം ഡ്രൈ ചെയ്യുന്ന ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരുപാട് കാലമായിട്ട് അത് ഞാന് നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്. അത് കുറവായ അത് ഇടാൻ സ്ഥലമില്ലാത്ത കാരണമാണ് ഈ മിഷൻ മേടിക്കാൻ കാരണം. അല്ലാതെ സെയിലോ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ മേടിച്ചത്. കാരണം എന്താ വെച്ചാല് നമുക്ക് ബാക്കിൽ സ്ഥലമില്ല. ചാണകം കൊണ്ടിടാനായിട്ട് പാടത്തിടാനും പറ്റില്ല. ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തുനിന്ന് ഒരു കംപ്ലൈന്റ്. അങ്ങനെയാണ് ഈ മിഷൻ ഞാൻ കുറെ കാലമായി തപ്പണു. നമുക്ക് അന്ന് മേടിക്കാൻ പറ്റിയ വിലയല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഒരു 2.60 കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നഴ്സറി പമ്പ് വെച്ച് കയറി പോരും, നമുക്ക് ഔട്ട്പുട്ട് വീഴും. അതിലും ആൾക്കാരുടെ ചിന്താഗതി ഇത് പിഴിഞ്ഞു വരുന്ന ചാണകമാണ്, ഇതിൽ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയുമ്പോ ഈ ചാണകം എന്തായാലും പച്ച ചാണകം വെയിലത്തിട്ട് ഉണക്കിട്ട് കൊടുക്കണം. അപ്പോഴും ഈ കണ്ടന്റ് പോയിട്ട് തന്നെയാണ് കൊടുക്കണം. അത് വെച്ച് നോക്കുമ്പോ ഈ ചാണകം അതിനേലും ഒരു പൊടിക്ക് ഞാൻ മുകളിലായിട്ട് കണ്ട. ഞാൻ വെച്ചാൽ മണ്ണുത്തിയില് ടെസ്റ്റിങ്ങിന് കൊടുത്തിട്ട് ഇതിന്റെ റിസൾട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ള ചാണകം, ഡ്രൈ ആക്കിയിട്ട് പിഴിഞ്ഞു വന്ന ചാണകം നമ്മൾ മണ്ണുത്തിയിൽ കൊടുത്തു. അതിൽ എന്തോരം ഘടകങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അത് എന്റെ കയ്യിൽ ഉള്ള കാരണം പിന്നെ ഞാൻ പച്ചക്കറികൾക്കാണ് ആദ്യം സ്റ്റാർട്ടിങ് കൊടുത്തത്. അത് കൊടുത്തപ്പോ അവർക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോ ആൾക്കാർ ഇപ്പൊ മേടിച്ചു കൊണ്ടുപോയി തുടങ്ങി. ഞാൻ വലിയ വിലക്കല്ല കൊടുക്കണേ, പാട്ട ഒരു 30 രൂപ കണക്കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആള് ഒരു ചാക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ അവിടുത്തെ ചാക്ക് വെച്ച് നോക്കുമ്പോ 250 രൂപ ഒരു 5 പാട്ടി ഉണ്ടാവും, നമ്മുടെ ഒരു 8 പാട്ടി ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ പാലിന് വില കൂടി എന്ന് പറയുന്നുണ്ട്. വില കൂടി കിട്ടി തുടങ്ങിയിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 45 ഏവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 48 റേറ്റില് പാലിന്റെ വില കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ. പുറത്ത് കൊടുക്കണ്ടോ? ലോക്കൽ സെയിൽ കൊടുക്കണില്ല. പൂർണ്ണമായി നിർത്തിയോ? പൂർണ്ണമായി നിർത്തി. എന്താ കാരണം? ഒന്നാമത് എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് നമുക്ക് ഒരു 50 റുപ്യ കിട്ടിയാൽ മതി എന്ന്
ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ലിറ്റർ പാലിന് 50 രൂപ കിട്ടിയാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പറ്റും. ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയോ? ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയോ? നമുക്ക് ലാഭം ഇല്ലെങ്കിലും ഒരു സാധാരണ ഒരു എന്താ പറയാ വലിയൊരു ലാഭമല്ല ഉദ്ദേശിക്കുന്നത്. നടന്നു പോവാൻ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു കൊണ്ടുപോകാനും നമ്മുടെ പിള്ളേരുടെ പഠിപ്പിന്റെ കാര്യങ്ങളായാലും നമുക്ക് നോക്കാൻ ഈ 50 റുപ്യയിൽ കിട്ടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ല. ഒപ്പം ചാണകം കൂടി കൊടുത്താൽ മതി. ചാണകപ്പൊടി കൊടുക്കണം. പാല് മാത്രം ഞാൻ പറഞ്ഞു പാലല്ല നമ്മളിതിൽ മെയിൻ, നമ്മൾ ഇതിലത്തെ എല്ലാ പ്രൊഡക്റ്റും കൊടുക്കണം. നമ്മൾ പാല് മാത്രം കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. നമ്മൾ ചാണകമുണ്ട് പാലുണ്ട്, ഇത് രണ്ടും കൂടി പോവാണ്. നമ്മുടെ പശുക്കൾക്ക് ബ്രീഡുകള് ജേഴ്സി ക്രോസ്, ജേഴ്സി HF ക്രോസ്, സിന്ധി ക്രോസ്, ഇത്രയും പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവർക്കൊക്കെ കിട്ടുന്ന പാല് എത്രത്തോളം? ഏകദേശം ഇപ്പൊ ഈ പശുവിന് ഇപ്പൊ കിട്ടുന്ന പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പെറ്റ് നേരത്ത് നമുക്കൊരു കാലത്ത് 12 ലിറ്റർ പാലുണ്ട്, വൈകിട്ട് ഒരു 6-7 ജേഴ്സി HF ക്രോസ്. ഇപ്പൊ ഏകദേശം എല്ലാ പശുവിനും എടുത്ത് നമ്മൾ ഏവറേജ് പറയണത് ഈ പാല് ഇതിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏവറേജ് ഈ പാല് നമുക്ക് കിട്ടണം എന്നാണ്. നമ്മളൊരു പശു നിൽക്കുമ്പോ തൊഴുത്തില് ഒരു 20 ലിറ്റർ പാല് ഒരു ദിവസം ആ പശുവിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് ലാഭമുള്ളൂ. ആ പാല് മാത്രം നോക്കി നടക്കുന്നവർക്ക്. ഇതിപ്പോ നമുക്ക് ഇനി അടുത്ത വർഷമാണ് പിറക്കാൻ പോണത്. ഈ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ചാണകം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എല്ലാവരും കിടക്കണ്ടോ? എല്ലാവരും ചെനയാണ്. ഇവള് 2 മാസം ചെനയുണ്ട്. അവള് ഏകദേശം കുത്തിവെച്ച് 40 ദിവസം കഴിഞ്ഞു. അമ്മ ജേഴ്സി ഏകദേശം ഒരു 3 മാസം ചെനയുണ്ട്. അപ്പുറത്ത് നിൽക്കണ്ടായിരുന്ന ആൾ അതേപോലെ 2 മാസം. എല്ലാവരും കറക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താ വെച്ചാൽ നമ്മള് പശുവിന്റെ എണ്ണം കുറച്ചതാണ് ആ മിഷൻ വന്നപ്പോ. എന്റെ സറൗണ്ടിങ്ങില് ഒരു 5 പശു അല്ലെങ്കിൽ ഒരു 4 പശു ഇനി എക്സ്ട്രാ വരണം. അപ്പൊ ഏകദേശം ഇവരുടെ പാല് സ്റ്റോപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മളിവിടെ പശുവിന്റെ എണ്ണം കൂട്ടുമ്പോ നമുക്ക് ഇവരുടെ പശുവിന്റെ പാല് കുറയുമ്പോ ഇവരുടെ ഡെലിവറി ആയിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ദിവസം ഇപ്പൊ ഈ 6 പശു ഉണ്ട്, 50 ലിറ്റർ പാല് എന്തായാലും നമുക്ക് കിട്ടണം. ഡെയിലി 50 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. ഒരു 6 പശു ഉണ്ടെങ്കിൽ 50 ലിറ്റർ പാല് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം സ്ഥിരമായി. അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ നമുക്കൊരു 50 ലിറ്റർ പാല് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് എങ്ങനെ പോയാലും സൊസൈറ്റിയിൽ ഇപ്പൊ ഞാൻ വീട്ടുകളിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചു പോകുന്നുണ്ട്. അവർക്ക് ഞാൻ വലിയ വില 55 രൂപ വെച്ചിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് മികച്ചായി തോന്നിയിട്ടുള്ള ബ്രീഡ് ഏതാ? ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള ബ്രീഡാണിത്. ജേഴ്സി HF. ഈ ചോപ്പും വെള്ളയായിട്ടുള്ളത് ഭയങ്കര വലിയ കുഴപ്പമില്ല. പാല് കൂടുതലാണോ? പാല് കൂടുതലും പാല് കട്ടി ഉണ്ടാവും. അതാണ് ഈ ജേഴ്സി HF ക്രോസ് ആവുമ്പോ പാലിന് കട്ടി ഉണ്ടാവില്ല. ഈ HF മാത്രം ആവുമ്പോ എന്താ വെച്ചാല് നമുക്ക് മിൽമയുടെ ചാർട്ട് പറയാൻ 3 എങ്കിലും കിട്ടണം. ഇല്ലെങ്കിൽ അത് അവര് വില കണക്കൂട്ടുന്നില്ല. സംഭവം പാല് ഒരുപാടുണ്ടാവും, വില ഉണ്ടാവും. അപ്പോ നമുക്ക് നോക്കുമ്പോ ഇങ്ങനത്തെ പശുക്കളാകുമ്പോ ഒരു 10-13 ലിറ്റർ 12 ലിറ്റർ പാല് കിട്ടിയാലും നമുക്ക് ഫാറ്റ് ഉണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. ശരി. ഈ പശുക്കുട്ടികളെ ഒരു 6 മാസമായിട്ടുള്ള പശുക്കുട്ടീനെ അല്ലെങ്കിൽ 8 മാസമായിട്ടുള്ള പശുക്കുട്ടീനെയൊക്കെ വാങ്ങി വളർത്തി തുടങ്ങണം, പുതിയ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവിടെ നിന്ന് ആരംഭിക്കണം എന്നുള്ളൊരു വാദം വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരണം? ഞാൻ ഒരിക്കലും യോജിക്കില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു 8 മാസമായ കുട്ടീനെ എന്തായാലും ഒരു 10-20,000 രൂപ കൊടുത്തിട്ട് വേണം ആ പുള്ളി മേടിക്കാനായിട്ട്. ആ പുള്ളി മേടിച്ചിട്ട് എത്ര നാൾ ഭക്ഷണം കൊടുക്കും, എത്ര നാൾ നോക്കണം, അതിന്റെ ചെലവ് എന്താണ്, അത് കഴിഞ്ഞിട്ട് അവന് വരാൻ കിട്ടാൻ പോണ ഇൻകം എത്ര മാസം കഴിഞ്ഞിട്ടാണെന്നൊന്ന് നോക്കി അത് നോക്കി കഴിഞ്ഞാൽ ലാഭമല്ല. അതായത് പശുക്കുട്ടികളെ വാങ്ങി തുടങ്ങണം എന്നുള്ള വാദം പ്രധാനമായി വരാൻ കാരണം ഏതാണ്ട് ജേഴ്സി ക്രോസ് ആയാലും HF ക്രോസ് ആയാലും ഒക്കെ നമ്മള് പ്രസവിച്ച പശുവിന് വാങ്ങാൻ പോകുമ്പോഴുള്ള റേറ്റിന്റെ ബലത്തിലാണ്. ഏതാണ്ട് 1,20,000 30,000. നമ്മൾ അതിന്റെ വിലക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. 10,000 ഏകദേശം ഒരു 10, 12, 8, 13 ലിറ്റർ പശുവിനെ കിട്ടുന്നത് 10-70 റുപ്യ നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട്. ഇപ്പൊ നാട്ടിലില്ലെങ്കിൽ തന്നെ ഇപ്പൊ നല്ല ഈ റോഡൊക്കെ പോയി കഴിഞ്ഞാല് 10-70 റുപ്യ കിലോ പശുക്കളെ കിട്ടാനുണ്ട്. അതിനും കിട്ടും നമുക്ക് ഒരു 10-20 ലിറ്റർ പാല് കിട്ടും. 2 നേരം കൂടിയിട്ട് നമുക്ക് അങ്ങനത്തെ പശുക്കളെ നമുക്ക് 1 ലക്ഷത്തിന്റെ പശു കൊണ്ടുവരണമെന്ന് ആരും നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ല. കാശിനനുസരിച്ച് മേടിക്കണം, കാശില്ലാത്ത ആൾക്കാർ മേടിക്കുന്നില്ല, അത്രയുള്ള മാത്രമേ ഉള്ളൂ. ഒരിക്കലും കുട്ടികളെ മേടിച്ച് വിജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് സമ്മതിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനിവിടെ ഈ 10 കൊല്ലമായിട്ട് ഒരു കുട്ടീനെ പോലും ഇവിടെ പ്രസവിച്ച് ആകെ എൻ്റെ ഒരു മോഹത്തിന് വേണ്ടി 2 എണ്ണത്തിനെ പ്രസവിപ്പിച്ചു. അത് ഒരെണ്ണം പെങ്ങളുടെ ഇതായിട്ട് കൊടുത്തു. ഒരു പശുവിന്റെ അതുപോലെ അത് കഴിഞ്ഞപ്പോ അമ്മ മേടിച്ചെന്നല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് നാൾ നിർത്തി, പിന്നെ ഞാൻ കൊടുത്തു. അല്ലാണ്ട് ഞാൻ വേറൊരു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15,000 രൂപ കിട്ടുന്ന
ഏകദേശം ഒരു 3-4 മാസം 4-5 മാസം ആകുമ്പോഴേക്കും ഒരു 10-15 റുപ്യ ആകുമ്പോഴേക്കും ഞാൻ പൈൻകുട്ടികളെ കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ കുട്ടികളെ കാണാനില്ലല്ലോ. ഒരു 3 കുട്ടീനെ കൊടുത്താൽ നമുക്ക് നല്ലൊരു 6 മാസം ഞാൻ ചോദിക്കണമെന്ന് ആലോചിച്ചൊരു കാര്യം ഇവിടുത്തെ പശു. ഞാൻ അതാണ് പറയാൻ വന്നത്. ഞാന് ഒരു ക്ലാസ്സിന് പോയപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് 3 കുട്ടികള് ഏകദേശം നമുക്കൊരു 4-5 മാസം നമ്മൾ വളർത്തിയിട്ട് 3 കുട്ടികളെയും നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പശു നമ്മുടെ തൊഴുത്തിൽ കയറി. ഈ 3 കുട്ടികള് 2.5 കൊല്ലം കഴിയുമ്പോൾ ഒരു പശു ആവണതും 3 കുട്ടികളെ കൊടുത്തിട്ട് നമുക്ക് ഒരു പശു തൊഴുത്തിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഇൻകം വന്നു തുടങ്ങി. ഞാൻ ഈ 3 എണ്ണത്തിനെ ഇത്രയും കാലം നമ്മൾ നോക്കിയത് എങ്ങനെ പോയാലും ഏറ്റവും ചെലവ് കുറവിൽ നോക്കിയാലും 10-68,000 റുപ്യ ഒരു കുട്ടി പ്രസവിക്കുമ്പോ കൃത്യമായി പാല് കൊടുത്ത് കൃത്യമായി ടൈമില് 18 മാസത്തിൽ പൊളച്ച് 9 മാസം കഴിയുമ്പോ പ്രസവിക്കണം. അപ്പൊ 18ഉം 9ഉം കണക്കൂട്ടിക്കോളാം. കറക്റ്റ് ടൈമിൽ പ്രസവിക്കണമെങ്കിൽ നമുക്ക് ചെലവ് 68,000 റുപ്യ ഉണ്ട്. ആ പശു നമ്മള് 68,000 റുപ്യ നമ്മള് എത്ര നാൾ വെയിറ്റ് ചെയ്യണം? കാശ് കൊടുക്കല് കാശിടണ പോലെയാണ്. അല്ലാണ്ട് എനിക്കിതിൽ മിച്ചതായിട്ട് നമുക്കൊരു 30,000 റുപ്യയിൽ ഒരു പശുവായി മാറല്ല. അതിനേക്കാൾ നല്ലത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞുതരാം. നല്ല നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാടം പണിയാണ്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ തൊഴുത്താണ്. കുട്ടികൾ ഒരെണ്ണം പോലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അവരെ വിട്ടയച്ചാൽ മതി. ഇപ്പൊ ഈ പശുക്കള് ഇപ്പൊ ഈ പാടം പണിയാണ്. ഇല്ലെങ്കിൽ ഈ പശുക്കളെ ഞങ്ങൾ വിട്ടയക്കുള്ള നേരത്ത് 7 മണിയാകുമ്പോ അവർ തിരിച്ചു വരും. നമുക്ക് നല്ല ഫുഡ് ലാഭം. അതുപോലെ വരുമ്പോ നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കുട്ടികളെ നമുക്ക് വളർത്താം, നമുക്ക് ലാഭമാണ്. ഇത് കുട്ടികൾക്ക് ഒരു കെട്ട് വൈക്കോലിന് അയച്ചിടണ്ടേ? ഇന്നത്തെ ഒരു കെട്ട് വൈക്കോലിന് സീസൺ ഇല്ലാത്ത നേരത്തെ മേടിക്കണമെങ്കിൽ 250 രൂപ കൊടുക്കണം. ചെലവ് എത്രയാണെന്ന് നിങ്ങൾ കണക്കൂട്ടിക്കോളും. ഒരു 7 കുട്ടികളെ നിർത്തണമെങ്കിൽ ഒരു കെട്ട് വൈക്കോലെങ്കിലും ഒരു ദിവസം വേണം. ശരി, അപ്പൊ ചെലവ് കണക്കൂട്ടിയാൽ മതി. അപ്പൊ ഈ ചെലവ് കണക്കൂട്ടുമ്പോൾ ഒരു കർഷകൻ ഒരിക്കലും മുതലാവില്ല. അതാണ് വരുന്ന ഫാമുകാര് മുതലാവില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഈ പശുക്കുട്ടികളെ മുഴുവൻ ആ ഫാമിൽ എല്ലാരും നിർത്തണ്. നിങ്ങൾ ഏത് ഫാമിൽ പോയി നോക്കിക്കോ, അവര് പറയും ഞങ്ങൾ ഇത് ഹൈബ്രിഡ് കുത്തി വെച്ചുണ്ടാക്കിയ കുട്ടിയാണ്, ഇത് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്ന് വന്ന സെമനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തില്ല. അതെ, ഞാനും ഒക്കെ സമ്മതിച്ചു. 100%. ഞാൻ പറഞ്ഞത് ഇതിപ്പോ കുറച്ച് വയസ്സായ കുറച്ച് കാരണന്മാരുണ്ട്. അവര് 2 കുട്ടികളെ ചിലപ്പോ പാടത്തൊക്കെ കൊണ്ട് നടത്തി വീട്ടിലെ കഞ്ഞിവെള്ളം കൊടുത്ത് കുറച്ച് പിണ്ണാക്കൊക്കെ കൊടുത്ത് അതിനെ മാത്രം ഏറ്റവും കൂടുതൽ ആവശ്യമാണ് പുല്ല്. ഇത് 2 കുട്ടികളും അവര് കൊണ്ട് നടത്തി തീറ്റിച്ച് അവര് കൊണ്ടുവരുന്നതിന്റെ ആ ഒരു ബെയ്റ്റ് ഫാമിൽ നിൽക്കുന്ന കുട്ടിക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ തിന്നാൻ കൊടുക്കണം. ഈ തിന്നാൻ കൊടുക്കുമ്പോ ഈ 1 ലക്ഷം റുപ്യ വിലയായി. ഇത് ഒരു ആള് പോലും പറയില്ല. ഇവിടെ മിസ്റ്റേക്ക് എല്ലാം എവിടെയെന്ന് വെച്ചാല് അതിനേക്കാൾ നല്ലത് ഈ പൈസ കൊടുത്ത് നമ്മള് ബുദ്ധിമുട്ടണ്ട. ഞാൻ പറയണത് 1 ലക്ഷം റുപ്യ കൊടുത്തൊരു പൈനെ മേടിച്ച കാര്യം അവസാനിച്ചവിടെ 3 പൈൻകുട്ടികൾ കൊടുത്തു കഴിഞ്ഞാല് നല്ല പശുവിനെ നമുക്കിപ്പോ ഇവര് പറയണ ഒരു നല്ലൊരു HF പശുവിനെ ഒരു ചെനയുള്ള ഒരു പശുവിനെ ഒരു 10-50,000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും. ഒരു 5 മാസം ചെനോട് കൂടിയിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് പാലും കിട്ടും. നമുക്ക് കൂടി വന്നാൽ ഒരു 2 മാസം കറക്കാം. 3 മാസം അല്ലെങ്കിൽ 2 മാസം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഡെലിവറി കഴിഞ്ഞു നമുക്ക് കറക്കാം. പശു അതിലെ തൊഴുത്തില്. അപ്പോഴും നിങ്ങളുടെ ലാഭം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് 50,000 രൂപ കൊണ്ടുവന്ന പശു അത് ഡെലിവറി ചെയ്തിട്ട് 2 മാസം കൂടി നമുക്ക് കിടക്കാൻ പറ്റും. 5 മാസം ചെനയിൽ കൊണ്ടു, 7 മാസം വരെ കറന്നു, വീണ്ടും 2 മാസം വെയിറ്റിംഗ്. ഈ 2 മാസം കഴിഞ്ഞ് അതിനെ കൃത്യമായി 2 മാസം നോക്കുകയാണെങ്കിൽ ഒരു 10,000 ചെലവാക്കുകയാണെങ്കിൽ ആ പശുവിന്റെ പ്രസവിച്ചു. അന്ന് ആ പശുവിന് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇതേ 1 ലക്ഷം റുപ്യ ഇല്ലെങ്കിൽ ഒരു 80,000-90,000 കൊടുക്കണം ഇല്ലേ? അതിന്റെ ലാഭം എത്രയാണെന്ന് കണക്കൂട്ടി വെക്കുക. 45 നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസ വിത്ത് ഒരു 10,000 റുപ്യ നമ്മൾ ചെലവാക്കിയത് 55,000 റുപ്യ ചെലവാക്കിയാലും 90,000 റുപ്യ നമുക്ക് കിട്ടിയില്ലേ? അപ്പോഴും നമുക്ക് 40,000 റുപ്യ ലാഭമല്ലേ? ഇത് കണക്കൂട്ടാനായിട്ട് ആരും അറിയില്ല. എല്ലാവരും കുട്ടികളെ വളർത്തിയാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഏത് പശുക്കളുടെ എണ്ണം കൂടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എണ്ണം കൂടണമെങ്കിൽ കുട്ടികൾ വേണം. പക്ഷെ കുട്ടികളെ വളർത്തണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുട്ടിത്തീറ്റ തരുന്ന പോലെ തന്നെ എന്തെങ്കിലും സർക്കാർ നമുക്ക് അടിസ്ഥാനം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നേ വേണം. നമ്മളെ ഇപ്പോ പശുക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റകൾ എങ്ങനെയാണ്? ഈ തീറ്റ ക്രമം എങ്ങനെയാണോ? നമ്മള് തുടക്കത്തില് എല്ലാവരും ചെയ്ത പോലെ കുറെ പരുത്തി പിണ്ണാക്ക്, ചോളം, സോയ, എള്ളും പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, എല്ലാ പിണ്ണാക്കും പരമാവധി കൊടുത്ത് അതൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വളരെ ഇതായിട്ട് ഒന്നില്ലെങ്കിൽ മിൽമയുടെ ഗോൾഡ് ഇല്ലെങ്കിൽ എലൈറ്റ്, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും തീറ്റ ഉണ്ടാവും നിർബന്ധമായിട്ട്. സൈലേജ്
നിർബന്ധമായിട്ടുണ്ടാവും. സൈലേജ് ഉണ്ട്. സൈലേജ് ഉണ്ട്. എവിടെ നടക്കണേ? അതിപ്പോ നമ്മുടെ മുണ്ടൂരിൽ നിന്നാണ്. അറിയുന്ന പിള്ളേരാണ്. ഓക്കെ. പക്ഷെ പിള്ളേർക്ക് എന്നെ അറിയില്ല. അവരെ അപ്പോ എന്ത് റേറ്റാ സൈലേജിന്? ഇപ്പോ ഏകദേശം ഒരു 50 കിലോന്റെ ചാക്കിന് 400 രൂപ. 50 കിലോന് 400 രൂപ. 400 രൂപ. ശരി. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. സൈലേജ്, സ്പാക്ക്, ചോളകം പൊടിച്ചത് മാത്രം ആഡ് ചെയ്തിട്ട് കാലത്ത് അതിനൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ് പുള്ളിക്കാരന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 10 ലിറ്റർ കിട്ടുന്ന പശുവിന് എത്ര വേണം എന്നുള്ള ക്രമനുസരിച്ച് അതിലൊരു മാറ്റില്ല. അതില്ലാത്തവർക്ക് അതിനനുസരിച്ചില്ല. ചെനയുള്ള ആൾക്കാർക്ക് അതിന്റെ വേറെ ഫുഡ് അങ്ങനെ ആക്കിയിട്ട് ക്രമമുണ്ട്. അതിനനുസരിച്ച് കൊടുക്കും. ഒരു പാല് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ ഇത്ര ഫുഡ്. എല്ലാ പശുവിനും ഒരേ ഫുഡല്ല. ഒരേ ഫുഡ് അല്ല, ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിളിനനുസരിച്ച് ഫുഡ് അവ മാറ്റി മറിച്ച് കൊടുക്കും. ശരി. ഈ പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടി കർഷകരുണ്ട്, അതല്ലാതെ മുതിർന്ന ആളുകളുണ്ട്, ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ ഒരു അനുഭവം കൊണ്ട് എന്തെങ്കിലും ഉപദേശം എന്ന് പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്നായി ആലോചിച്ചു വരിക. കാരണം നമ്മള് AC റൂമിലിരുന്ന് എടുക്കുന്ന പണിയല്ല കേട്ടോ. നമുക്ക് നല്ല റിസ്ക് ഉള്ള പണിയാണ്. കാരണം നമ്മള് നല്ല വിധം പശുക്കൾ ജീവനുള്ള ഒരു മൃഗത്തിനെയാണ് മേടിക്കുന്നത്. നല്ലൊരു കമ്പനിയിലുള്ള ഒരു മെഷീൻ അല്ല. അപ്പൊ അതിനെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങി ഒരിക്കലും നഷ്ടം വരില്ല എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. ഞാൻ ഇതുവരെ ഈ ഫീൽഡ് നഷ്ടം എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. ഇപ്പൊ 5-6 പശു ആണെങ്കിൽ പോലും ഞാൻ പറയില്ല. ഞാൻ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 6 വെച്ചാൽ എനിക്ക് 10 എണ്ണം ഉള്ളപ്പോ എനിക്ക് ചാണകമില്ല. ഇപ്പൊ 10 എണ്ണത്തില് 3 എണ്ണം കുറവാണ്. പക്ഷെ പകരം അത് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ മിഷൻ കൊണ്ടുവന്നിട്ടേക്കാണ്. അതാണ് എനിക്ക് ആ 3 എണ്ണം കുറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ വരുമാനത്തിന്റെ അളവിന് ഒരു കുറവും ദൈവം സഹായിച്ച് ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ പാലിന്റെ അളവ് നമ്മൾ എന്തായാലും ചെനയും കറവായിട്ട് നമ്മള് ഇല്ലെങ്കിൽ ഈ നേരത്തെ പ്രസവിക്കുന്ന സ്റ്റേജിലായിരിക്കും ഈ 3 പശു. ശരിയാ, പ്രമസായ. അപ്പൊ നമുക്ക് ഈ 3 പശു പ്രസവിക്കുന്ന സമയം നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ആയാലും നമുക്ക് കുഴപ്പമില്ലാച്ചിട്ടാണ് നമ്മള് അത് കിട്ടുക. പിന്നെ നമുക്ക് പണിയാനുള്ള സൗകര്യം, നമുക്ക് വഴി സൗകര്യങ്ങളൊന്നും വളരെ കുറവായ കാരണം ഇപ്പുറത്തെ തൊഴുത്ത് പണിയും വേണം. ഒരു 4 ആൾ നിൽക്കണമെങ്കിൽ. അല്ലാതെ എനിക്ക് തോന്നുന്നത് ഇവിടത്തെ തൊഴുത്ത് കണ്ടപ്പോൾ വളരെ ചെറിയൊരു സ്പേസ് ഞാൻ വളരെ ഇതിൽ നമ്മള് പൈസ ഒരുപാട് ഇതിൽ കൊണ്ട് ഇറക്കിയിട്ടിട്ട് ഒരിക്കലും ഫാം തുടങ്ങരുത്. ചെയ്യുന്ന കർഷകർ ആര് വരികയായാലും വരുന്നവർക്ക് ആകെ കൂടി നമ്മൾ പറയാനുള്ളത് പശുവിന് നിൽക്കാവുന്ന ആ ബൗണ്ടറി വളരെ ചെലവ് കുറച്ച് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഒരുപാട് കാശ് ഇതിലേക്ക് ഒരു 5-6 ലക്ഷം റുപ്യ ഈ ഷെഡിന് ചെലവ്. 6 ലക്ഷം ഒന്നല്ലാന്നേ. ഞാൻ പോയി അടുത്ത് പോയ ഒരു ഫാം വീഡിയോ ഇതിലുണ്ട്. 20 ലക്ഷം രൂപയുടെ തൊഴുത്താണ്. 20 ലക്ഷം രൂപയാണ് തൊഴുത്തിന് വില. ഞാന് ഏറ്റവും ഇതെങ്ങനെ തിരിച്ചു കിട്ടാന്ന് അറിയണ്ടേ? തിരിച്ചു കിട്ടില്ല. ഈ സാധനം ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം പോയി. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഷീറ്റിന് പകരം വേറെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അത് ഇപ്പൊ ഒരു എന്റെ കണക്കുള്ളിൽ പറയുകയാണെങ്കിൽ ഒരു 10,000 രൂപ ഉണ്ട് കഴിഞ്ഞാല് നമ്മുടെ ആ മോൾ ഭാഗം ഷീറ്റ് അടിച്ചിടാം. നമ്മുടെ ഈ ഇരുമ്പിന്റെ ഷീറ്റിനെക്കാട്ടും വില കുറവാണ്. ഇനിയിപ്പോ ഉള്ളിൽ പച്ചനെറ്റ് അടിക്കുകയാണെങ്കിലും ഈ ചൂടും ആ ചൂടും എല്ലാം ഒരേപോലെ തന്നെയാണ്. നല്ല വിസ്താരം എയർ പാസിംഗ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ തൊഴുത്ത് എന്ന് പറയുന്നത് വലിയ ചെലവിൽ ഞാൻ വളർന്നല്ല. അടി കട്ട വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് വാട്ടർ ലെവൽ വെച്ചിട്ട് അടിച്ച സംഭവമാണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വെളിച്ചം ഫുള്ള് ഉണ്ടായി കഴിഞ്ഞാൽ കുറുക്കന്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ 10 കൊല്ലമായിട്ട് എന്റെ കൊഴുത്തിലേക്ക് കുറുക്കൻ വന്നിട്ടില്ല. പക്ഷെ കുറുക്കന്മാർ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്കിതുവരെ അതിന്റെ ശല്യമൊന്നുമില്ല. പക്ഷെ അതിന്റെ നോക്കിയാൽ മതി. ചെലവ് കുറച്ച് ഫാം നിർമ്മിക്കുക, പശുക്കളുടെ എണ്ണം കൂട്ടി മേടിക്കുക, നന്നായി ശ്രദ്ധിച്ച് ഒരു 10 പശുവിനൊക്കെ നല്ലൊരു പണിക്കാരനെ വെക്കുക. പണിക്കാരാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനം. നല്ലൊരു പണിക്കാരനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. നമുക്കിതുവരെ കിട്ടിയ പണിക്കാരും നമ്മളെ ചതിച്ചിട്ടില്ല. നല്ല പണിക്കാരെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും മാറുമ്പോൾ നല്ല പണിക്കാരെ കിട്ടിയെന്ന് മാത്രം. അവൻ പോയിപ്പോ ഇവന്റെ വന്നു. പക്ഷെ ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ വേറെ പണി ചെയ്യില്ല. എന്നാലും നമുക്ക് വേറെ പണി ചെയ്യണ്ട. നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ പണി നോക്കിയാൽ മതിയല്ലോ. 10 പശുവിനൊക്കെ ഒരു പണിക്കാരൻ മതി. ഒരു ഫാമിലി ഒന്നും ആവശ്യമില്ല. ഒരു പണിയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്ക് ഉണ്ടാവണം. ഒരു പശുവിന്റെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ അതിന് ഇന്ന് എന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലാക്കാനുള്ള അനുഭവം കൊണ്ട് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ എന്തായാലും പഠിക്കുക തന്നെ വേണം. അല്ല, അനുഭവം കൊണ്ട് അറിയുള്ളൂ. അപ്പൊ നമ്മളത് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ണിന് ഒരു ചെറിയ വാട്ടുണ്ട്, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല, അത് എന്തുകൊണ്ട് കുടിക്കില്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. അറിയാണ്ട് പോയിട്ട് ചാടരുത്. പിന്നെ മേടിക്കുന്ന ആൾക്കാർ ഒറ്റയടിക്ക് ഒരു 10 എണ്ണത്തിനെ മേടിച്ചിട്ട് ഫാം തുടങ്ങരുത്.
ഒരു അസുഖം എന്തിനെങ്കിലും ഒന്നിനും വന്ന മേക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഒന്നും 10 പശുവിനെ മേടിച്ച് ഒറ്റയടിക്ക് ഒരു ഫാം തുടങ്ങരുത്. 2 എണ്ണത്തിനെ മേടിക്കുക, സ്റ്റാർട്ട് ചെയ്ത് പറ്റുമോ നോക്കുക. അപ്പൊ ആ 2 എണ്ണത്തിനുള്ള ചെലവ് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യും. അത്രേ നമ്മൾ പറയുള്ളൂ. അല്ലാണ്ട് 10 എണ്ണത്തിനെ മേടിച്ച് നാളെ തൊട്ട് 1 ലക്ഷം രൂപ വരുമാനം വന്നു തുടങ്ങിയെന്നൊന്നും നമ്മൾ പറയില്ല. ഒരു കാലത്തും ഒരാൾക്കും പശു വളർത്തൽ നഷ്ടമാവില്ല. അങ്ങനെ നഷ്ടമുണ്ടാവണമെങ്കിൽ ഒന്നും പണി അറിയാതെ ഫാം നടത്തുകയും അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ നഷ്ടം വരികയുള്ളൂ. നഷ്ടം വന്നാൽ തന്നെ ആ നഷ്ടം മറികടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അനുഭവത്തിലൂടെ പഠിച്ച് അവലംബിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ജീവിതത്തിലൂടെ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലത്തെ കൃഷി അനുഭവത്തിലൂടെ, പശു വളർത്തൽ അനുഭവത്തിലൂടെ തെളിയിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് ഷനിലേട്ടൻ എന്ന് ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ലാഭകരമായ കൃഷിയിലേക്ക് കർഷകരെ നയിക്കുന്നതിനുള്ള നമ്മുടെ ഫാം മലയാളത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്യത്യസ്തമായ കർഷകരെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തി അവരുടെ അനുഭവങ്ങളും അറിവുകൾ കൂടി പുതിയ കർഷകരിലേക്കും നിലവിലുള്ള കർഷകരിലേക്കും പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.